ഒരു ചെറുപ്പക്കാരായിട്ട് ഇവർക്ക് പറയാൻ കഴിയില്ല, എനിക്ക് പറയാൻ കഴിയും. വിത്തുകൾ എന്ന് പറയുന്ന ഒരു ചിത്രം, അവരിൽ തന്നെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഭീമനാണ്. ഭീമനാണെങ്കിൽ ഇന്ന് ലേറ്റ് ആയത് കാരണം, ട്രെയിൻ ലേറ്റ് ആയത് കാരണം എത്തിയിട്ടില്ല. അല്ല, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ റിലീസിന് ശേഷമാണ്. അതിനുമുമ്പ് എന്ത് അവകാശവാദം ഉന്നയിച്ചിട്ടും കാര്യം. ഈ സ്റ്റോറി ഇതൊന്നുമല്ല. നാരായണിയുടെ പടം ആയാലും നമ്മുടെ പരിവാരം വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും. അവരിൽ തന്നെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഭീമനാണ്. ഭീമനാണെങ്കിൽ ഇന്ന് ലേറ്റ് ആയത് കാരണം, ട്രെയിൻ ലേറ്റ് ആയത് കാരണം എത്തിയിട്ടില്ല. അപ്പോൾ ഏത് ഭീമനും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഭീമനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ട്രെയിൻ ലേറ്റായാൽ സമയത്ത് എത്താൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം, ഞാൻ ആഗ്രഹിച്ച റോളാണ് ഇതിലെ ഭീമൻ്റേത്. പക്ഷെ എനിക്ക് തന്നത് സഹദേവൻ്റെ റോളാണ്. നകുലൻ പ്രശാന്ത് അലക്സാണ്ടറാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ദെൻ അർജുനായിട്ട് ഋഷികേശാണ് അഭിനയിക്കുന്നത്. നമ്മൾ സോങ് കണ്ടു. ചെറുപ്പക്കാരനായിട്ടുള്ള നായകനാണ്. ദെൻ ഋഷിയുടെ നായികയായിട്ട് അഭിനയിക്കുന്നത് ഭാഗ്യയാണ്. എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ഷൈനി വിജയനാണ്. പ്രശാന്ത് അലക്സാണ്ടറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ഉണ്ണിമായയാണ്. ദെൻ മൂത്ത സഹോദരൻ ധർമ്മപുത്രർ, ഇതിൽ ധർമ്മപുത്രൻ്റെ കഥാപാത്രം മരിച്ചുപോയതായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടാണ്. സോഷ്യൽ മീഡിയയിലായാലും എല്ലായിടത്തും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന, അതേപോലത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് ഇതിൽ. അല്ല, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ റിലീസിന് ശേഷമാണ്. അതിനുമുമ്പ് എന്ത് അവകാശവാദം ഉന്നയിച്ചിട്ടും കാര്യമില്ല. നമ്മളെപ്പോഴും, ഞാൻ എല്ലാ സിനിമയിലും ഞാൻ പറയുന്നത് നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ടെന്നാണ്. അതല്ലാതെ ഞങ്ങൾ തകർക്കും ഗംഭീരമാക്കുന്നല്ല. നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ട്. അത് ഈ സിനിമയിലും ആപ്ലിക്കബിളാണ്. സിൻസിയർ ആയിട്ടുള്ള എഫേർട്സ്, കറക്റ്റായിട്ടുള്ള, രാവിലെ 7 മണിക്ക് എത്താൻ പറഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ 6:30 ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു ദിവസം പോലും ലേറ്റ് ആവാതെ നമ്മൾ സിൻസിയറായിട്ട് ഡയലോഗൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ഒക്കെ തന്നെ ആ ക്യാരക്ടർ ഇൻവോൾവ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ റീടേക്കിന് വഴങ്ങി കൊടുത്തിട്ടുണ്ട്. ഒരു സീൻ റീഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് തൃപ്തി വരാത്തതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ റീഷൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ സിനിമയ്ക്ക് ഓരോ സിനിമയും നന്നാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ നമ്മുടെ ചൂസ് ചെയ്യുന്നതിൻ്റെ മിടുക്കാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. എല്ലാം ഒത്തുവരികയാണ്. അൾട്ടിമേറ്റ് ആയിട്ട് ഞാനിങ്ങനെ ഒരു പ്രൊമോഷൻ ഇരുന്ന് പറയുമ്പോൾ ഒരു ടീമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, എന്നെക്കുറിച്ചല്ല. ഇതിൻ്റെ പിന്നിലുള്ള ഒരു ടീം, ആ ടീം വളരെയധികം സിൻസിയറായിട്ട്, നിങ്ങളൊരു സിനിമ കാണുമ്പോൾ വിലയിരുത്തേണ്ടത് അതിൽ എത്രത്തോളം ആത്മാർത്ഥത ഞങ്ങൾ പുലർത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തുക. അല്ല, ആത്മാർത്ഥത പുലർത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിസ്സംശയം നിങ്ങൾ ഞങ്ങളെ കൊല്ലാം, ഞങ്ങളെ നിർദ്ദയം കൊല്ലാം, ട്രോൾ ചെയ്യാം, എന്തുവേണം ചെയ്യാം. നേരെ മറിച്ച് ബാക്കി പ്രകടനത്തിൻ്റെയോ അല്ലെങ്കിൽ കഥാഗതിയിലെയോ ഒക്കെ തന്നെ പരീക്ഷണത്തിന് വേണ്ടി മുതിരുമ്പോൾ അതിനെ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാനാണ് സംവിധായകർ ശ്രമിച്ചത്. പക്ഷെ അത് ഞങ്ങൾക്ക് അത്ര അപ്പീലിംഗ് ആയില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരാളുടെ എക്സ് ഓർ വൈ, എൻ്റെ അഭിനയം തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ട്. പക്ഷേ നമ്മൾ എടുത്തിട്ടുള്ള, നമ്മൾ ഇപ്പോൾ പറയില്ലേ, ഒരു അധ്യാപകനാണ് ഞാൻ. ഉഴപ്പുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് താല്പര്യമില്ല. നേരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾ പരീക്ഷയ്ക്ക് അല്പം മാർക്ക് കുറഞ്ഞാൽ ഞാൻ ആശ്വസിപ്പിക്കും. കുഴപ്പമില്ല, നന്നായിട്ട് അടുത്ത നമുക്ക് ശരിയാക്കാം. അതൊരു അധ്യാപകൻ്റെ മനസ്സവിടെ ഉണർന്ന് പ്രവർത്തിക്കും. നേരെ മറിച്ച് ഉഴപ്പി നടക്കുന്നു, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥി 2-3 പ്രാവശ്യം നമ്മൾ മാർക്ക് തീരെ കുറയുമ്പോൾ നമ്മൾ എന്ത് പറയും? എനിക്ക് ആദ്യം അറിയാമായിരുന്നു നീ മാർക്ക് വാങ്ങിക്കാൻ പോകുന്നില്ല. നമുക്കിനൊരു സിമ്പിൾ തോന്നില്ല, ഒരു കൺസെൻട്രേഷൻ തോന്നില്ല. അതാണ് എൻ്റെ സത്യമായിട്ടുള്ള അവസ്ഥ. അപ്പം നമ്മുടെ ഒരു മിടുക്കായിട്ട് ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. ഇതൊന്നും സ്വന്തം മിടുക്കല്ല. ഏത് സിനിമയും ഞാൻ പറയുന്നു ടീം വർക്കാണ്. ആ ടീമിന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുക പ്ലീസ്. ഇല്ല, അതിൻ്റെ പ്ലോട്ട് വൈസ് ചിലപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ അതേപോലത്തെ കണക്ഷൻസ് വരാം. പക്ഷേ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആയാലും ബാക്കി ഡയലോഗ്സും പരിപാടികളൊക്കെ ആയാൽ തന്നെ വേറൊരു വേർഷൻ തന്നെയാണ് ഇത്. നിങ്ങൾക്ക് നാരായണിയുടെ പടമായാലും ഈ പടം കാണുമ്പോൾ രണ്ടായിട്ട് തന്നെ ഇരിക്കും. പണ്ടോട്ടിട്ടേ ഉണ്ട് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, ആ പടം ഒക്കെ തൊട്ട് അതൊക്കെ നമ്മുടെ റെഫറൻസുകളാണ്. സ്റ്റോറി ഇതൊന്നുമല്ല. നാരായണിയുടെ പടം ആയാലും നമ്മുടെ പരിവാരം വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ട് പടമായിട്ട് തന്നെ ഇരിക്കും. ഒരു ചെറുപ്പക്കാരായിട്ട് ഇവർക്ക് പറയാൻ കഴിയില്ല, എനിക്ക് പറയാൻ കഴിയും. വിത്തുകൾ എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്. അമ്മയുടെ മരണമാണ്. മധുസാറാണ് നായകൻ. MD സാറിൻ്റെ സ്ക്രിപ്റ്റാണ്.
ഇതേപോലെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട തിങ്കളാഴ്ച നല്ല ദിവസം അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട ആൾക്കൂട്ടത്തിൽ തനിയെ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കഥയാണ്. അപ്പം ഈ അച്ഛൻ്റെ മരണം, അമ്മയുടെ മരണം, അതിൻ്റെ പേരിൽ മക്കൾ തമ്മിൽ വഴക്കൂടുന്ന ഒരുപാട് നാരായണീൻ്റെ ആൺമക്കൾ ഇതിവൃത്തം വളരെ ഇതുമായിട്ടൊക്കെ ഒരു ബേസിക് ത്രെഡ് എന്ന് പറയുന്ന സാമ്യം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ യാതൊരു തെറ്റുമില്ല. ഈ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇത് ഹ്യൂമറസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. നാരായണീൻ്റെ ആൺമക്കൾ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹ്യൂമറസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ബേസിക് ത്രെഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഈ മക്കൾ അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെ അവരുടെ മരണസമയത്ത് എങ്ങനെ പ്രതികരിക്കുന്നു. മക്കൾ ലീവ് തീർന്നു പോകുന്നു, പിറ്റേ ദിവസം തന്നെ പോകണം, എനിക്ക് ബാക്കിയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന മക്കളൊക്കെ പല സിനിമകളിലും കോമൺ ഫാക്ടറാണ്. അപ്പം നമ്മുടെ ബന്ധങ്ങളിൽ, മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഈ പാളിച്ചകൾ ഇതൊക്കെ ഇത്തരം സിനിമകളിൽ അന്നേ MD സാർ എഴുതി വെച്ചിട്ടുണ്ട്. വിത്തുകൾ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ചിത്രമാണ്. മതി സാറ് അഭിനയിച്ച ചിത്രമാണ്. ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രമാണ്, പത്രപ്രവർത്തകനാണ്. അതിൽ കബീർ പൊന്നമ്മ ചേച്ചിയാണ് ഈ മരിക്കുന്നത്, ശങ്കരാടി സാറ് ഭർത്താവായിട്ട്. ഞാൻ ഇന്നും ഓർക്കുന്നു, വളരെ ടച്ചിങ് ആയിട്ടുള്ള ഫിലിം. പിന്നെ പൊന്നമ്മ ചേച്ചി മരിക്കാൻ കിടക്കുന്ന ആ കഥാപാത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം. ആൾക്കൂട്ടത്തിൽ തന്നെ ബാലങ്കി നായർ സാറാണ് മരിക്കാൻ കിടക്കുന്നത്. ഇതേപോലെ അച്ഛനോ അമ്മയോ മരിക്കാൻ കിടക്കുമ്പോൾ മക്കൾ തമ്മിൽ സ്വത്തിൻ്റെ പേരിലോ പല കാരണങ്ങളാലോ വഴക്ക് കൂടുന്ന ഇതിവൃത്തങ്ങൾ ഇതിനു മുമ്പ് മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ പ്രേക്ഷകർ ശ്രദ്ധ നേടിയിട്ടുമുണ്ട്. അതേപോലെ പരിവാറും നേടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.